ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഇന്ന് കാണിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നാടൻ മാങ്ങയാണ്. ഇതുപോലത്തെ ചെറിയ നാടൻ മാങ്ങ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഈ മാങ്ങയുടെ തൊലിയൊക്കെ കൈ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ഊരിയെടുക്കില്ല, ആ രീതിയിലൊന്ന് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. തൊലി വേണ്ട കേട്ടോ ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ ഞാനിതൊരു 40 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 40 വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് ഒരു 5 അച്ച് ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ മാങ്ങയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വെള്ളം ചേർക്കേണ്ട, 1/2 കപ്പ് തന്നെ മതിയുണ്ടോ. ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി മാങ്ങയ്ക്ക് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം, നല്ല സോഫ്റ്റായിട്ട് വരണം. നല്ല ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് അതിൽ നന്നായിട്ട് വരട്ടിയെടുത്തിട്ട് ഇതുപോലെ തേൻ പോലെ ആവണം കേട്ടോ. അതിൻ്റെ ആ ഒരു ഗ്രേവി കണ്ടോ, ആ ഗ്രേവി കണ്ടില്ല, നല്ല തേൻ പോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു മാങ്ങയിൽ നന്നായിട്ട് ശർക്കരയൊക്കെ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മാങ്ങയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഒരു തവണ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഈ ഒരു സമയത്ത് നാടൻ മാങ്ങ സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടൂലേ. അപ്പോൾ ഈ ഒരു മാങ്ങ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്